നോക്കൂ, വീണ്ടും ഒരു കലണ്ടറിന്റെ ഭാഗം തന്നിട്ടുണ്ട്. ഈ നമ്പർ 7 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ കളങ്ങളിലെല്ലാം അക്കങ്ങളുടെ തുകയാണ് നമ്മൾ കാണേണ്ടത്. സ്വാഭാവികം നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ 8, ഇവിടെ 9. ഇനി 7ന്റെ ഡബിള്, എന്തിനാ ഡബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 7 7 ആണ് കേട്ടോ. 7 7 ഇവിടെ എത്രയായിരിക്കും? 14. അപ്പൊ ഇപ്പുറത്ത് എത്രയായിരിക്കും? 15. അല്ലെങ്കിൽ ഇടതുവശത്ത് എത്രയായിരിക്കും? 13. വീണ്ടും ഇവിടെ 14 ആണെങ്കിൽ ഇവിടെ എത്രയാ? 21. 14 7 21. ഇവിടെ എത്രയായിരിക്കും? 20. ഇവിടെ 19. ഈ സംഖ്യകളുടെ എല്ലാം തുക കാണുകയാണ് വേണ്ടത്. ഇതെല്ലാം എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ നമ്പർ മാത്രം എഴുതുക. 8. എന്തിനാ ഈ നമ്പർ മാത്രം പറയാൻ കാരണം? നടുവിലുള്ള സംഖ്യ. അപ്പൊ ഇതിന് നടുവിലുള്ള സംഖ്യ ഏതാ? 14. ഇതിന് നടുവിലുള്ള സംഖ്യ ഏതാ? 20. എന്തിനാ ഇത് മാത്രം ഞാൻ നോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇതിന്റെ തുക കാണണമെങ്കിൽ 8 × 3 ചെയ്താൽ മതി. 3 കളങ്ങളല്ലേ? 8 × 3 24. ഇതിന്റെയോ 14 × 3 42. ഇവിടെയോ 20 × 3 60. അപ്പോൾ ഈ സംഖ്യ എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക? 4 × 2 6, 6 4 10 2 12. അപ്പോൾ ആകെ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 126 ആയിരിക്കും. ഒരിക്കൽ കൂടി സാറ് പറയുന്നു, 7 തരുമ്പോൾ നമ്മൾ 8 മാത്രം ആവശ്യമുള്ളൂ. ഈ 9 വേണ്ട, 15 വേണ്ട, 13 വേണ്ട. ഈ 3 നമ്പറുകളെ നേരിട്ട് എഴുതാൻ പഠിച്ചാൽ നമുക്ക് ഉത്തരം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.